ഇടുക്കി ജില്ലയിൽ എക്കാലവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പീരുമേട് മണ്ഡലത്തിൽ ഇത്തവണ LDF സ്ഥാനാർത്ഥി KS സലിംകുമാർ കന്നി അംഗത്തിനാണ് ഇറങ്ങുന്നത്. തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ മണ്ഡലത്തിൽ സുപരിചിതനാണ് സലിംകുമാർ. കഴിഞ്ഞ 20 വർഷമായുള്ള ഇടത് വിജയത്തിന്റെ തുടർച്ച ഇത്തവണയും ഉണ്ടാകുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ. മൊത്തത്തിലൊരു പ്രതികരണം എങ്ങനെയാണ് ആളുകളുടെ? പീരുമേട്ടിലെ വോട്ടർമാര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏറ്റെടുത്തതുപോലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ കുടുംബത്തിലൊരു അംഗമായി തന്നെ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അവർ സജീവമായിരിക്കുകയാണ്. നല്ല വിജയ ഭൂരിപക്ഷത്തോടുള്ള വിജയമാണ് നമുക്കിവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഈ കഴിഞ്ഞ തവണത്തെ മത്സരങ്ങളൊക്കെ നോക്കുന്ന സമയത്താണ് വലിയൊരു ഭൂരിപക്ഷത്തിലല്ല ഈ മണ്ഡലത്തിൽ LDF വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും അല്ലെങ്കിൽ UDFനും അത്ര കണ്ട് ആധിപത്യമുള്ളൊരു മണ്ഡലമാണ്. അവിടെ ഈ മണ്ഡലത്തിന്റെ പുറത്തു നിന്നൊരാൾ വന്ന് മത്സരിക്കുമ്പോൾ അത് ബാധിക്കുമോ? മണ്ഡലത്തിന് പുറത്തുള്ള ഒരാളെന്ന നിലയിലല്ലല്ലോ കാണേണ്ടത്. 40 വർഷത്തിലധികമായി പൊതുപ്രവർത്തന രംഗത്ത്, തൊഴിലാളി പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഈ മണ്ഡലത്തിലെ മാത്രമല്ല, ഈ ജില്ലയുടെ പൊതുവായ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് കൃഷിക്കാരോടും തൊഴിലാളികളോടും പാവപ്പെട്ടവരോടൊപ്പം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ മണ്ഡലത്തിന് പുറത്തു വന്നു എന്ന നിലയിൽ കാണുന്നില്ല. ഞാൻ ഇടുക്കിയുടെ പുത്രനാണ്. ആ അർത്ഥത്തിൽ തന്നെ പറയുന്നു, ഞാൻ ഇടുക്കിയുടെ പുത്രനാണ്. എന്നെ പീരുമേട്ടിലെ കുടുംബാംഗങ്ങൾ ആ കുടുംബത്തിലൊരംഗമായി എന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തോണത്തിൽ നിന്നും വൻ ഭൂരിപക്ഷമായിരിക്കും ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് കിട്ടാൻ പോകുന്നത്, എനിക്ക് കിട്ടാൻ പോകുന്നത്. എന്ത് മാറ്റം കൊണ്ടുവരുമെന്നാണ് ജനങ്ങൾക്ക് നൽകാൻ പോകുന്ന വാഗ്ദാനം? പീരുമേട്ടിലെ ടൂറിസം മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. ഈ പീരുമേടിനെ ഒരു ടൂറിസം ഹബ്ബായി തന്നെ കൊണ്ടുവരും. ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിലുള്ള വികസനമാണോ കൊണ്ടുവരാൻ കഴിയുക, അതിലൂടെ നമ്മുടെ പീരുമേട്ടിലെ ചെറുപ്പക്കാരടക്കമുള്ളവർക്ക് എത്രത്തോളം തൊഴിലവസരങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ ആ തൊഴിലവസരങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള നടപടിക്ക് ആദ്യം തന്നെ മുൻതൂക്കം കൊടുക്കും. രണ്ടാമത് നമ്മുടെ തോട്ടം മേഖലയിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട തോട്ടം അടഞ്ഞുകിടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മുൻഗണന കൊടുത്തുകൊണ്ട് ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി എത്രയും വേഗം തോട്ടം മേഖലയിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കും. 100% വിജയപ്രതീക്ഷയിലാണ് സലീം കുമാറും. പീരുമേട്ടിൽ നിന്ന് സുമിത്രനൊപ്പം രാഹുൽ വിജയൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.